ഗൈസ് ഇതാണ് കരിമീ പൊരിക്ക. ഇവനെ നമ്മളിന്ന് കറുമുറ കടിക്കാൻ പാകത്തിന് പൊരിക്കും. പൊരിക്ക ജിന്നമ്മ ക്ലീൻ ആക്കിയാണ് മേടിച്ചേക്കണത്. എടേ ചട്ടി എടുക്ക്. ക്ലീൻ ആക്കി മേടിച്ചതാണ് ജിന്നമ്മ. കണ്ട നല്ല ക്ലീൻ ആയിട്ടാണ് മേടിച്ചേക്കണത്. ഇനി ഒന്നും ഒരു തേങ്ങയില്ല, ഇനി ഒരു ഇരിപ്പില്ല. നല്ലോണം ഒരച്ചു മേടിച്ചേക്കണ. കവറിത് മാരടി മയില് സംഭവം ചിന്നമ്മ സാറ്റിസ്ഫാക്ഷന് വേണ്ടി വീണ്ടും ഒരച്ച് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കൊള്ളാം. മാക്ഡവൽ വെളിച്ചെണ്ണ. മാക്ഡവൽ വെളിച്ചെണ്ണയുള്ള കാണിക്കാൻ വേണ്ടി എന്താ കിട്ടുന്നു പറഞ്ഞ മുളകുപൊടി, മഞ്ഞപ്പൊടി, മറന്നുപോയാ പറയ് പെട്ടത് സമയം. മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വിനാഗിരി, ഒരല്പം വെളിച്ചെണ്ണ. കുറച്ചേരനെ ഉപ്പ് പിടിക്കട്ടെ, ഉപ്പും മസാലയൊക്കെ പിടിക്കട്ടെ. അത് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാൻ പോയി. അപ്പൊ ഗൈസ് മസാല പിടിച്ചിട്ടുണ്ട്, എണ്ണ തിളച്ചിട്ടുണ്ട്, കരിമീപ്പൊരിക്ക ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് കരിമീപ്പൊരിക്ക. വലിയ കരിമീനല്ല കേട്ടോ ഗൈസ്, പൊരിക്കാൻ പാകത്തിനുള്ള പൊരിക്ക. ഇവനെ നമ്മൾ വറുത്തെടുക്കരുത്, പൊരിച്ച് തന്നെ എടുക്കണം. നല്ല മുങ്ങിക്കിടന്ന് പൊരിച്ചെടുക്കണം, നല്ല കരിമുരൊക്കെ അടിക്കാൻ പാകത്തിന്. എന്താണ് ചിന്നമ്മ വയ്യേ മറക്കങ്ങട്. ഗൈസ് സാധനം സെറ്റായിട്ടുണ്ട്. നിങ്ങൾ വലിയ കരിമീൻ മാത്രം തിന്നൊന്ന് വാശി പിടിക്കരുത്. ഇങ്ങനെയുള്ള പൊരിക്ക ചെറിയ കരിമീനും മേടിച്ച് നല്ലോണം പൊരിച്ച് തിന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കഥ മാറും. ഡെക്കറേഷൻ ചെയ്താ കലക്കേട്ടുണ്ടല്ല. ദ ലോക്കൽ ഡെക്കറേഷൻ മോനെ ആയിട്ടും കണ്ട. കരിമീപ്പൊരിക്ക ഇത് കലക്കും മോനെ. നല്ല കറമുറ പിടിക്കണം.